നമ്മൾ ഇന്ന് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയില് നിങ്ങൾ കുറേ പേര് കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാം. എല്ലാ ഡൗട്ടുകളും ഇന്നത്തെ ഒരു വീഡിയോയിലല്ല, നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ് നമുക്കത് പൂജാമുറിയിലല്ലെങ്കിലും വേറെ എവിടെ വേണമെങ്കിലും വെക്കാം വീടിനകത്ത്. ഞാൻ കിച്ചണിലാണ് ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത്. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവരോടാണേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം എൻ്റെ അടുക്കള ആയതുകൊണ്ട് അടുക്കള വൃത്തിയാക്കിയിട്ട് അവിടെയാണ് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, നോൺ വെജ് ഉണ്ടാക്കുന്നതല്ലേ, കിച്ചണിൽ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത്. നോൺ വെജ് ഉണ്ടാക്കുന്ന കിച്ചണിൽ നിങ്ങൾക്ക് വെക്കാം. ആ വിളക്ക് വെക്കുന്ന ഇടം ഉണ്ടല്ലോ, അവിടെ ഒരു ഉപ്പുവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തളിച്ചതിന് ശേഷം ഒന്ന് നല്ല തുണി വെച്ച് തുടച്ചതിന് ശേഷം അവിടെ വെക്കാം. അതിന് ചുറ്റിലും ഒരു ഏരിയ വരെ നമ്മൾ വൃത്തികേടായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യരുത്. ഒരു മണ്ണോ പൊടിയോ ഒന്നും വേണ്ട. നോൺ വെജ് ആവണം എന്നില്ലല്ലോ, നമ്മൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നോൺ വെജ് വെക്കുന്ന കിച്ചൺ എന്ന് പറയുന്നല്ലോ, നിങ്ങൾ ചിന്തിക്കാം. ഇപ്പോൾ നോൺ വെജ് നമ്മൾ വെക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ വെജ് വെക്കാത്തൊരു കിച്ചൺ, അതായത് വെജിറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം കയറുന്ന കിച്ചൺ, നോൺ വെജ് ആയിട്ടുള്ള ഒന്നും ആ കിച്ചണിലില്ല. പക്ഷെ ആ കിച്ചൺ അലമ്പായിട്ട് അവിടെ വൃത്തിയേട് ഇവിടെ വൃത്തിയേട്, പൂപ്പല്, പച്ചക്കളറ്, അത് ഇത് എന്ന് പറഞ്ഞിട്ട് പൊടി പിടിച്ച് നാശമായി കിടക്കുന്ന ഒരു കിച്ചൺ, അതിൽ കൊണ്ടുപോയിട്ട് വിളക്ക് വെക്കുന്നതും അതേസമയം നോൺ വെജ് വെക്കുന്ന കിച്ചൺ വളരെ നീറ്റായിട്ട്, അത്രയും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ലിവിങ് ഹാളിനേക്കാൾ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കിച്ചൺ, പക്ഷെ അതിൽ നോൺ വെജ് വെക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും തമ്മിൽ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതിയില്ലേ. നമ്മൾ നോൺ വെജ് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. നോൺ വെജ് വെക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു വീടാണ്. ആ വീടിന്റെ ഒരു റൂമിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ പൂജാമുറിയിൽ വിളക്ക് വെച്ചിട്ട് അടുക്കളയിൽ നോൺ വെജ് വെക്കുന്നതും ഒക്കെ കണക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ശുദ്ധമായിട്ട് വെക്കാം. നല്ല വൃത്തിയോട് കൂടിയിട്ട് എവിടെയാണോ ഈ വിളക്ക് വെക്കുന്ന ആ ഇടം വളരെ വൃത്തിയുള്ളതായിരിക്കണം. അത്രയും ചിന്തിച്ചാൽ മതി. അവിടെ നോൺ വെജ് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. അതേപോലെ അതൊരു കാര്യം കേട്ടോ. അതുപോലെ നോൺ വെജിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സന്ധ്യാദീപം വെക്കുന്നത് നോൺ വെജ് കഴിച്ചതിന് ശേഷം കുളിക്കാതെ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നോൺ വെജ് നിങ്ങൾ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, എന്നതിന് ശേഷം നിങ്ങൾ കുളിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ നോൺ വെജിന്റെ തെല്ലാം അങ്ങ് പോയി പോവോ? ഇല്ലല്ലോ. പിന്നെ ആ കുളിച്ചത് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചെറുപ്പത്തിലേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അതിനെന്തെങ്കിലും ശാസ്ത്രം ഉണ്ടാവുമായിരിക്കും, എനിക്ക് അറിയാത്തായിരിക്കും. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടില് ഒന്ന് അതായത് സന്ധ്യാദീപം കൊളുത്തുമ്പോൾ ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ വെക്കാൻ പാടില്ലേ എന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ പൂജാമുറിയിൽ വിളക്ക് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെയിലി വിളക്ക് വെക്കുമ്പം എന്നും ഈ തിരി മാറ്റുക, അല്ലെങ്കിൽ അതിലുള്ള എണ്ണ ഒഴിവാക്കുക. വിളക്കിൽ ഒരിക്കൽ ഉപയോഗിച്ച്, ഇപ്പം രാവിലെ ഞാൻ വിളക്ക് വെച്ചു, ഞാൻ വൈകുന്നേരം വിളക്ക് വെക്കുന്നതിന് മുന്നേ ഈ വിളക്ക് കിണ്ടി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ തിരിയും പുതിയ എണ്ണയും ഒഴിച്ചിട്ട് വിളക്ക് വെക്കണം എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ നിർബന്ധം ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അല്ല, ഇന്ന് വൈകുന്നേരം ഞാനൊരു വിളക്ക് വെച്ചു, നാളെ വൈകുന്നേരം ഞാനത് വെക്കുന്നതിന് മുന്നേ കഴുകി ഉണക്കി പുതിയതുപോലെ എടുത്തിട്ട് ചെയ്യണോ എന്ന്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത്, വീടുകളിലാണ് ഈ പൂജയല്ല നമ്മൾ വിളക്ക് വെക്കുന്നതൊക്കെ. നമ്മളെ വീട് ക്ഷേത്രമാക്കി മാറ്റാൻ ശ്രമിക്കാതിരിക്കുന്നതല്ലേ എപ്പോഴും നല്ലതെന്ന് ഞാൻ വിചാരിക്കാം. ക്ഷേത്രത്തിലൊക്കെ ഒരു തവണ ഉപയോഗിച്ച എണ്ണ അല്ലെങ്കിൽ തിരി അതൊന്നും ഇല്ലാണ്ട് എപ്പോഴും വൃത്തിയാക്കിയിട്ടാണ് വൈകുന്നേരം അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു തവണ കത്തിച്ച വിളക്ക് വീണ്ടും കത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഒരു നമ്പൂതിരി പറഞ്ഞു പോലും, ഈ കഴിച്ച ഭക്ഷണത്തിന്റെ, അതായത് നമ്മൾ കഴിച്ച പ്ലേറ്റിൽ തന്നെ നമുക്ക് വീണ്ടും കഴിക്കാൻ തരും, അത് കഴുകിയിട്ടല്ലേ തരാന്ന്. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആ ചേച്ചി എന്നെ വിചാരിച്ചു, ആ ശരിയാണല്ലോ, നമ്മൾ ഒരിക്കലും കഴിച്ച പ്ലേറ്റ് കഴുകാതെ വീണ്ടും കഴിക്കുന്നില്ലല്ലോ. പക്ഷെ ആ ഉപമ എങ്ങനെയാണ് ഇതിനോട് വരുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അത് അവിടെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു സംഭവമല്ലല്ലോ. നമ്മൾ ഉപമിക്കുന്നത് എന്തിനോടാണോ അതിനെ സാമ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഒരിക്കലും കഴിച്ച പ്ലേറ്റിൽ കഴിക്കുന്നില്ല, പക്ഷെ ഇത് കഴിക്കുക എന്നുള്ളതല്ലല്ലോ, ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലല്ലല്ലോ ഇത് ചിന്തിക്കുന്നത്. നമ്മൾ ആ വിളക്ക് വെക്കുന്നുണ്ട്,
പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാൻ അങ്ങനെയാണെങ്കിൽ നിവേദ്യം വെക്കുന്ന പ്ലേറ്റ്, അത് എന്തെങ്കിലും പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് നിവേദ്യം വെക്കുന്ന പ്ലേറ്റ് നമ്മൾ ഉറപ്പായിട്ടും കഴുകിയിട്ടേ വെക്കുള്ളൂ, അല്ലേ? കഴുകിയിട്ട് വീണ്ടും നിവേദ്യം വെക്കും. പക്ഷെ അതും വിളക്കും ഒരുപോലെ അല്ലല്ലോ. നിവേദ്യം വെക്കുന്നതും നിവേദ്യവും വിളക്കും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ? അത് ചിന്തിച്ചാൽ പോരെ. അപ്പോൾ വിളക്ക് എപ്പോഴും കഴുകി വെക്കുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു വീടുകളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സന്ധ്യാദീപം കൊളുത്താനൊന്നുള്ള നേരവും ഇല്ല, ആളുകളും ഇല്ല വീട്ടിൽ. ആണും പെണ്ണും ഒരുപോലെ പുറത്തിറങ്ങി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന വീടുകളാണ്. അവർക്ക് ചിലപ്പം ഇതേ രീതിയിൽ ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ പറ്റണമെന്നില്ല. നിത്യജീവിതത്തിൽ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതിനിടയ്ക്ക് നമ്മളൊരു വിളക്ക് കത്തിക്കാനുള്ള സമയം പോലും ഇല്ലാണ്ടായി പോവുക, കത്തിക്കാതായി പോവുക ചെയ്യാം. അതായത് എനിക്കിപ്പം വീട്ടിലേക്ക് ഞാൻ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു എന്ന് വിചാരിക്കും. എന്നിട്ട് വീട്ടിൽ നിന്ന് ഞാൻ വിളക്ക് കത്തിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ അങ്ങ് കത്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചിലപ്പോൾ കത്തിച്ചേനെ. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി ഉണക്കണം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, അയ്യോ ചെയ്തില്ലല്ലോ, അപ്പം ഇന്ന് വിളക്ക് കത്തിക്കുന്നില്ല എന്ന രീതിയിൽ തെളിയിക്കുന്നത് പോലും ഇല്ലാണ്ടായി പോവുക ചെയ്യാം. അപ്പം ഞാൻ വിചാരിക്കുന്നത്, വീടിനെ ഒരിക്കലും ക്ഷേത്രമായി താരതമ്യം ചെയ്തിട്ട് ക്ഷേത്രം പോലെ, അതായത് അമ്പലങ്ങളിൽ തെളിയിക്കുന്ന അതേ ചിട്ടയോട് കൂടിയിട്ട് വീടുകളിൽ തെളിയിക്കണം എന്നുണ്ടോ? നിങ്ങളും കൂടി ഒന്ന് ആലോചിച്ചിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, അമ്പലങ്ങളിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാവും. പക്ഷേ വീടുകളിൽ ഓരോ വീട്ടിലും അരി വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഈ എണ്ണ, വിളക്കിലൊഴിക്കുന്ന എണ്ണ അതിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി പുതിയ എണ്ണ ഒഴിക്കാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കഴിവിനനുസരിച്ചുള്ള രീതിയിൽ വിളക്ക് കത്തിക്കുന്നതല്ലേ നല്ലത്. അതേപോലെ ഒരിക്കൽ തെളിയിച്ച തിരി വീണ്ടും തെളിയിക്കാൻ പാടുണ്ടോ? അതായത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഒരു രാവിലെ കത്തിച്ച തിരി അണഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരി എടുത്ത് മാറ്റിയിട്ട് പുതിയ തിരി ഇട്ടിട്ട് തന്നെയാണ് തെളിയിക്കുന്നത്. പക്ഷേ മുമ്പ് ഞാൻ ചെയ്തിരുന്നത്, എന്നെക്കൊണ്ട് ആ സമയത്ത് അങ്ങനെയേ സാധിക്കുള്ളായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ തിരി എടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു തിരി, ഒരു ദിവസം 2 നേരമൊക്കെ തിരി മാറ്റുക എന്ന് പറയുമ്പോൾ കുറേ തിരി നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യം വരും, അല്ലേ? അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ കറുപ്പ് അണഞ്ഞ തിരിൻ്റെ ആ ഭാഗത്ത് ഒരു കരിന്തിരി പോലെ ഉണ്ടാവില്ലേ, ആ ഭാഗം കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും അത് നല്ല രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ആ തിരി തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പം നമ്മളെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയില്ലേ, അല്ലേ? അങ്ങനെയല്ലേ നല്ലത്. പിന്നെ ഞാൻ പറയട്ടെ, ഈ നോൺ വെജിൻ്റെ കാര്യം എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്ന കഥയാണ് കേട്ടോ. ആ കഥ ഞാൻ പറഞ്ഞുതരാം. നോൺ വെജിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ, ഒരു സന്യാസി, ഇത് നിങ്ങൾ കേട്ട കഥയായിരിക്കും, ഇത് ഞാൻ മുമ്പത്തെ പോലെ എനിക്ക് കൃത്യമായിട്ട് അറിയാണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാനൊരു കഥയാക്കി അങ്ങ് പറയാണ്. അതായത് ഒരു സന്യാസി എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഒരു രൂപമുണ്ട്, അവിടെ പോയിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാട്ടിൽ നിന്ന് ഇങ്ങനെ ദിവസം നിത്യം പൂജ ചെയ്യും. അതേ കാട്ടിൽ ഒരു വേട്ടക്കാരനുണ്ട്, അയാളും നല്ല ഭക്തനാണ്. അപ്പോൾ അയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, വേട്ട ചെയ്ത് കിട്ടുന്ന എന്തെങ്കിലും മാംസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു പങ്ക് അയാൾ ദൈവത്തിന് നിവേദ്യമായിട്ട് വെക്കുന്നുണ്ടാവും. പിറ്റേന്ന് രാവിലെ ഈ നമ്പൂരി അല്ലെങ്കിൽ സന്യാസി വന്നു നോക്കുന്ന സമയത്ത്, അയ്യയ്യേ ഇതെന്തായി കാണുന്നേ, നമ്മൾ പൂജയും മലരും അവിലും ഒക്കെ വെച്ചിട്ട് പൂജ ചെയ്യുന്നിടത്ത് എന്തോ ഒരു മാംസം ആരോ കൊണ്ട വെക്കുന്നുണ്ട്, ഇത് എന്തൊരു കഷ്ടാണ് എന്നുള്ള രീതിയിൽ ഇയാൾക്ക് എന്നും ഇങ്ങനെ ഇറിറ്റേഷൻ ആവുകയാണ് ഇതിങ്ങനെ ദിവസം രാവിലെ പോയി കാണുന്ന സമയത്ത്. പക്ഷെ ഇയാൾ പൂജ ചെയ്ത് പോയി കഴിയുമ്പോൾ മറ്റേ വേട്ടയാടുന്ന അവർ വരും, അവർക്ക് കിട്ടിയ പങ്കിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഭഗവാന് സമർപ്പിക്കും. അങ്ങനെയായി ഇയാൾ ഒരു ദിവസം ഈ വേട്ടക്കാരനെ കണ്ടുപിടിച്ച് അവരായിട്ടുള്ള വാക്തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ദൈവം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടും എൻ്റെ ഭക്തരാണ്, എന്നോടുള്ള ഭക്തിയും സമർപ്പണവുമാണ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത്. സന്യാസിയുടെ അറിവും കഴിവും അനുസരിച്ചാണ് അദ്ദേഹം എനിക്ക് ഈ ഒരു പ്രസാദങ്ങളൊക്കെ തന്നത്. അതേപോലെ തന്നെ ഈ വേട്ടക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അറിവും അയാൾക്ക് എന്താണോ ലഭിക്കുന്നത് അതിൻ്റെ ഒരു പങ്കാണ് മനസ്സാലെ എനിക്ക് സമർപ്പിക്കുന്നത്. ഇത് രണ്ടും എന്നിൽ സമർപ്പിക്കുന്നതിൽ ഈ സാധനങ്ങൾ എന്താന്നുള്ളതല്ല അവിടെ നോക്കുന്നത്. ഈ സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, മനസ്സില്ലേ, അതിനാണ് പ്രാധാന്യം. കാരണം വേട്ടക്കാരൻ്റെ കയ്യിൽ വേറെ ഒന്നും സമർപ്പിക്കാനില്ല. അയാൾ അത്രയും ശ്രമിച്ചൊരു വേട്ടയാടി കിട്ടുന്ന ഒരു സംഭവം അയാൾക്കത് പ്രിയപ്പെട്ടതാണ്, വേണമെന്നുണ്ടെങ്കിൽ അയാൾക്കത് കഴിക്കാം.
പക്ഷെ അയാൾക്ക് പോലും തികയാതെ വന്നാൽ പോലും അതിൻ്റെ ഒരു പങ്കെടുത്തിട്ട് ഭഗവാന് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഭക്തിയുള്ള മനസ്സായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഈ ഒരു സന്യാസി എന്നുള്ളൊരു വേർതിരിവ് അവിടെ ഇല്ല. സമർപ്പിക്കുന്ന ആ മനസ്സിന്റെ ആ ഒരു നന്മ ഉണ്ടല്ലോ, അതിന്റെ ഒരു സമർപ്പണത്തിന്റെ ഒരു തീവ്രത, അതാണ് ദൈവം നോക്കുന്നുള്ളൂ. അപ്പോൾ ആ കഥയൊന്നും മനസ്സിൽ വെച്ചാൽ മതി, ഈ നോൺ വെജും വെജിറ്റേറിയനും തമ്മിലുള്ളത്. പിന്നെ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന്റെ ചൂട് കൂടുമ്പോൾ നമ്മളെ സ്വഭാവമൊക്കെ അങ്ങോട്ടങ്ങ് മാറും. ചൂട് കാലത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും അല്ലേ, മഴക്കാലത്ത് ഒരു തണുപ്പും മട്ടായിരിക്കും. അതേപോലെ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ താപനില വർദ്ധിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ സ്വഭാവവും ഒക്കെ ഒരു മാറ്റം വരും. അപ്പൊ എപ്പോഴും ശാന്തിയും സമാധാനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിന് നോൺ വെജ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. അല്ലാണ്ട് അയിത്തം അശുദ്ധി അങ്ങനെ ചിന്തിക്കേണ്ട, ഇതാണ്. അപ്പോൾ ഒരു ഉപവാസമൊക്കെ എടുക്കുന്ന സമയത്ത് വെജിറ്റേറിയനും നമ്മൾ ഒഴിവാക്കുന്നില്ലേ, അത്രയേ ഉള്ളൂ. അതായത് നമ്മളെ ശരീരത്തിന്റെ ഒരു കൺട്രോളിലേക്ക്, നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നത്. പിന്നെ ഇനി രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ അടുത്ത കാര്യം, പീരീഡ്സ് ടൈമില് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ തെളിയിക്കാറുണ്ട് കേട്ടോ. കാരണം ഞാൻ സാധാരണ എങ്ങനെയാണ് വിളക്ക് വെക്കുന്നതെന്നുള്ള രീതികൾ മുഴുവനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നു, അതിനുശേഷം പൂജാമുറിയൊന്നും എൻ്റെ വീട്ടിലില്ല. ജസ്റ്റ് ഭഗവാന്റെ രൂപമൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്, അതിന് മുകളിൽ വിളക്ക് വെക്കും, സിറ്റ് ഔട്ടിലും വിളക്ക് വെക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പീരീഡ്സിന്റെ ടൈം വരുന്ന സമയത്ത് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രം കിച്ചണിൽ തെളിയിക്കും. അടുത്തത് ബാക്കിയൊന്നും ചെയ്യില്ല. അതായത് ദൈവത്തിന്റെ അടുത്തേക്കുള്ള ആ വിളക്കും കാര്യങ്ങളൊന്നും ഞാൻ തെളിയിക്കുന്നില്ല. അതൊരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുളിക്കണം എന്ന് അതായത് നിങ്ങൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് വൃത്തിയില്ലാണ്ട് ചെയ്യാലേ എന്ന ധാരണയിൽ എടുക്കരുത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മനസ്സാണ് എല്ലാം, നമ്മളെ മനസ്സാണ്. മനസ്സ് ശുദ്ധമാണെങ്കിൽ നമുക്കത് ചെയ്യാം. അതും പൂജാമുറിയിലല്ല നമ്മളത് ചെയ്യുന്നത്. പൂജാമുറിയിലാണ് നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആയാലും ചെയ്യരുത്. പക്ഷെ അല്ലാതെ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതായത് തട്ടും ചിരാതും ഒക്കെ ഉണ്ടല്ലോ, ഉപ്പിട്ടിട്ട് കഴുകുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നെഗറ്റീവ് എനർജികളും അണുക്കളും കീടങ്ങളും ഒക്കെ ഒഴിവാകാനുള്ള ഒരു നല്ലൊരു മാർഗ്ഗമാണ് ഉപ്പിട്ടിട്ട് കഴുകുക എന്നുള്ളത്. ഇടയ്ക്കൊക്കെ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നതും നമുക്ക് നല്ലതാണ് കേട്ടോ, പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങൾക്ക് പൂജാമുറിയിലല്ല തെളിയിക്കുന്നതെങ്കിൽ പീരീഡ്സിന്റെ ടൈമിൽ തെളിയിക്കാം. ആരെങ്കിലും മരിച്ചിട്ട് നമ്മൾക്ക് പുലവാലായ്മ ഉണ്ടല്ലോ, അതുണ്ടെങ്കിലും തെളിയിക്കാം. അതേപോലെ പിന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും അതുപോലെയുള്ള വിട്ടു നിൽക്കേണ്ട ദിവസങ്ങൾ. അപ്പോഴും നിങ്ങൾക്ക് ആ വിളക്ക് തെളിയിക്കാം. ഈ പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു അയിത്തവും അശുദ്ധിയുമായിട്ടാണ് പലരുടെയും വിചാരം. പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളെ ശരീരത്തിലുള്ള ഊർജം അത്രത്തോളം മഹനീയമായിട്ട്, അത്രയും മഹത്വമുള്ളൊരു ഊർജമാണ് ആ സമയത്ത് സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവുന്നത്. പീരീഡ്സിന്റെ ടൈമിൽ സൃഷ്ടിയാണ് നടക്കുന്നത്. ഒരു ബ്രഹ്മാവിന് പോലെ നമ്മളെ ശരീരത്തിൽ ഒരു സൃഷ്ടി നടക്കാൻ അത്രയും ഭാഗ്യമുള്ള ആളുകളാണ് നമ്മൾ സ്ത്രീകൾ. ഓരോ മാസവും നമ്മൾ അത്രയും ദൈവതുല്യമായ ഒരു ഊർജത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു പൂജാമുറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു രൂപമൊക്കെ വെച്ചിട്ട് അതിനൊരു ശക്തി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഓരോ കല്ലും വിഗ്രഹമായി മാറുന്നത് അതിലേക്ക് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചില ഊർജം അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അതിൽ നിന്ന് അതിനേക്കാൾ വലിയൊരു ഊർജം തിരിച്ചു കിട്ടുന്നത്. പക്ഷെ അത് ബ്രഹ്മമുഹൂർത്ത വിളക്കിൽ നിങ്ങൾ അങ്ങനെ അവിടെ ആ ഒരു 5 തിരിനാളം പ്രകാശിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ നമ്മളൊരു ദൈവത്തെ ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ ദൈവത്തെ ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ, എൻ്റെ വാക്കുന്ന് എന്തൊക്കെയോ വരുന്നുണ്ട്, അങ്ങനെയൊന്നല്ലല്ലോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ ശരീരത്തിൽ അത്രയും വലിയൊരു ഊർജ്ജം ഉണ്ടായിട്ട് നമ്മളത് പൂജാമുറിയിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു എനർജി ബാലൻസ് തെറ്റിപ്പോവാണ്. ക്ഷേത്രങ്ങളിലാണെങ്കിലും അത് ഒരു എനർജി ബാലൻസ്, ആ ഒരു ലെവല് അങ്ങോട്ടും ഇങ്ങോട്ടും താളം തെറ്റുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും മൂത്രം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിസർജ്യം, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ ദ്രാവകങ്ങളും വിസർജ്യമാണ്. അങ്ങനെയാണെങ്കിൽ വേർക്കുന്നില്ലേ, ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്ക് വേർക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയൊന്നും നമ്മളൊരു വൃത്തിയില്ലായ്മയോട് കൂടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് 7 ദിവസത്തോളം ഇതെപ്പോഴും പ്രതീക്ഷിക്കാം, ഇതെപ്പോൾ വരും പോവും, അങ്ങനെ ഒരു നമുക്കൊരു നിശ്ചിത സമയ ഗ്യാപ്പ് ഒന്നും പറയാൻ പറ്റില്ല.
അതുകൊണ്ടായിരിക്കും ക്ഷേത്രങ്ങളിൽ കയറരുതെന്ന് പറയുന്നത്. പക്ഷേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അനുഭവിച്ചറിഞ്ഞതും അതിനൊരു പ്രശ്നമില്ല എന്ന് തന്നെയാണ്. ഞാൻ തെളിയിക്കാറുണ്ട് കേട്ടോ. പിന്നെയുള്ള ഒരു ചോദ്യമാണ് 48 ദിവസം മുടങ്ങിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. മുടങ്ങാതിരിക്കുക എന്ന് വെച്ചാൽ അത് മുടങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കാതിരിക്കാം. പിന്നെ 2 വിധത്തിൽ ഇത് തെളിയിക്കാം. നമ്മൾ വീട്ടിൽ ഒരേ സ്ഥലത്ത് ഇങ്ങനെ, അതായത് എന്നും ഒരേ ഇടത്ത് ഇങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ, ഈ ഒരു 5 തിരിയിട്ട വിളക്ക് പ്രകാശിപ്പിക്കുന്ന സമയത്ത് അതിനൊരു മഹത്വം ഉണ്ടാവുമല്ലോ നമ്മളെ മനസ്സിൽ. എന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ തെളിയിക്കുന്നുണ്ട് എന്നുള്ളൊരു ഐശ്വര്യ ചൈതന്യം അവിടെ ഉണ്ടാവും. പക്ഷേ ചില ആളുകൾ ജോലി സംബന്ധമായിട്ട് കുറച്ച് ഇവിടെ നിൽക്കും, കുറച്ച് വേറെ സ്ഥലത്ത് നിൽക്കും. ഒരു 48 ദിവസത്തിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവര് ഈ ദീപം ശരിക്കും തെളിയിക്കേണ്ടത് മനസ്സുകൊണ്ടാണ്, മനസ്സിലാണെന്ന് ഞാൻ പറയും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞാൻ ചെയ്യാം, ഈ വെക്കുന്ന സ്ഥലത്തിനുള്ള പ്രാധാന്യം വിട്ടേക്കും. അതായത് ഞാൻ ഇന്ന വീട്ടിൽ ഇന്നെടുത്ത് വെക്കണം എന്നുള്ളത് അങ്ങ് വിട്ടേക്കും. പക്ഷെ ഈ തിരി എന്നും വെക്കുക, ആ വെക്കുന്ന ഇടത്തെ പറ്റി ചിന്തിക്കേണ്ട, അത് വെക്കുക. എൻ്റെ മനസ്സിലാണ് അത് തെളിയുന്നത്. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ അത് വെക്കുക. ഒരു 10 ദിവസം ഞാൻ ഒരിടത്ത് നിന്ന് ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞാൻ അവിടെ വെക്കുന്നു. പക്ഷെ അത് തെളിയുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ടാണ്, മനസ്സിലേക്ക് അത് എടുക്കുക. മനസ്സിലാണ് നമ്മൾ ആ ദീപത്തിനെ എടുക്കുന്നത്. 48 ദിവസം വെക്കുന്ന സ്ഥലത്തിനുള്ള പ്രാധാന്യം മറന്നേക്കാം. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒരു 15 ദിവസം വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ അവിടെ പോയിട്ടും നിങ്ങൾ ആ വിളക്ക് തെളിയിക്കുക. പക്ഷെ നമ്മൾ മുടങ്ങുന്നില്ല, നമ്മൾ ചെയ്യുന്ന കാര്യം മുടങ്ങുന്നില്ല. 48 ദിവസം ഒന്ന് അങ്ങനെ ചെയ്യാം. ചിലർക്ക് ഇത് നമ്മളിങ്ങനെ ഒരിടത്ത് കത്തിച്ചു പിന്നെ ഒരു സ്ഥലത്തേക്ക് കത്തിക്കുന്ന സമയത്ത് പറ്റാത്ത ഇടങ്ങളുണ്ടാവും. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് കത്തിക്കാം, പക്ഷെ ഇനി പോകുന്നത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ള ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് അവിടെ പോയിട്ട് അത് തെളിയിക്കാൻ പറ്റില്ല. ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഞാനൊരു ഓഫീസിലോ അങ്ങനെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഒരു 10-20 മിനിറ്റ് ഒറ്റയ്ക്ക് മാറി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് നിന്നാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കുക. എന്നിട്ട് മനസ്സുകൊണ്ട് നിങ്ങൾ ഈ ദീപം തെളിയിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യാം. അങ്ങനെ 48 ദിവസം നിങ്ങൾക്ക് തെളിയിക്കാം, ദീപം തെളിയിക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ഭക്തിയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഹാളിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ കുട്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ ഒരു ശിവപാർവതി ഫോട്ടോ വെച്ചിട്ട് ഒരു വിളക്ക്, ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ കാര്യമില്ല കേട്ടോ, അത് സാധാരണ ഒരു നോർമൽ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവരൊക്കെ ഉണരുന്നതിന് മുന്നേ അതെടുത്തിട്ട് ഷെൽഫിലേക്ക് തിരിച്ചു വയ്ക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചത്. ശരിക്കും സാധാരണ നമ്മൾ ബെഡ്റൂമിൽ ഈ ദൈവവും പൂജയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് അത് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അത് ചെയ്യണം, അതിനൊരു ഇടം വേണം. അത് വേറെ ഒരു സ്ഥലവും കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ബെഡ്റൂമിൽ മാത്രമാണ് സാധിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അത് നമ്മളിങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് 24 മണിക്കൂറും ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ തൂക്കിയിടുന്ന രീതിയിലല്ലാതെ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് എണീറ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അത് ആ ഫോട്ടോ വെക്കാം. അന്നേരമാണ് ആ ഫോട്ടോ എടുത്ത് വെക്കുന്നത്. എന്നിട്ട് ദീപം കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അത് അണച്ച് ആ കുട്ടി ചെയ്യുന്നത് തന്നെയാണ് ശരി. അതിന് ശേഷം ഈ ഒരു ഫോട്ടോ ഒന്നുകിൽ ഒരു പേപ്പർ കൊണ്ടോ തുണി കൊണ്ടോ മൂടിയിട്ട് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കാണാത്ത വിധത്തിൽ വെക്കാം. അതായത് റൂമിലൊരു ആരാധന നടക്കുന്ന പോലെ ആവരുത്. ചെറിയൊരു സമയത്തേക്ക് മാത്രം നമുക്കത് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. അതിൽ ദോഷമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ള ഒരാളും അല്ല, അതിനുള്ള അറിവും എനിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.